നമ്മൾ നാഷണൽ ഇൻകത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു പ്ലസ് ടുവിൽ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് GDP കാൽക്കുലേഷനെ കുറിച്ചിട്ട്, എന്താണ് GDP എന്നുള്ളതൊക്കെ. അപ്പോൾ അവിടെ എക്സാംസിന് എപ്പോഴും 3 to 4 മാർക്സിന് എപ്പോഴും ചോദിക്കുന്ന, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ, അല്ലെങ്കിൽ 1 മാർക്കിന് ഈവൻ 1 മാർക്കിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിട്ട് പോലും വരാറുള്ള ഒരു ഏരിയ ആണ് എന്ത്, GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് GDP ഡിഫ്ലേറ്റർ എന്നുള്ളത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ GDP എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എന്താണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫിനിഷ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ എ കൺട്രി ഇൻ എ ഇയർ. ഒരു ഇയറിൽ ഒരു കൺട്രിയിലുള്ള കംപ്ലീറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റ് വാല്യൂവിനെ നമ്മൾ എടുക്കുന്നതാണ് എന്ത്, GDP എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് GDP. അതിൽ തന്നെ നമുക്ക് GDP ഡിഫ്ലേറ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് 2 ടൈപ്സ് ഓഫ് GDP പറയുന്നുണ്ട്. ഒന്നെന്താണ് നോമിനൽ GDP, ഒന്ന് റിയൽ GDP. ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ ബിറ്റ്വീൻ നോമിനൽ GDP ആൻഡ് റിയൽ GDP ആണ് എന്ത്, നമ്മുടെ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നോമിനൽ GDP, എന്താണ് റിയൽ GDP എന്ന് അറിയണം. അപ്പോൾ ഇവിടെ റിയൽ GDP നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, റിയൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് GDP കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ബേസ് ഇയർ പ്രൈസസ്, അതായത് കോൺസ്റ്റന്റ് സെറ്റ് ഓഫ് പ്രൈസസ് ഓർ കോൺസ്റ്റന്റ് പ്രൈസസ്, അതായത് ഏതെങ്കിലും ഒരു ഇയർ ബേസ് ഇയർ ആയിട്ട് എടുത്തിട്ട് അത് ഫിക്സഡ് ആയിരിക്കും, അതിനനുസരിച്ചിട്ടാണ് എന്ത് വാല്യൂ ഓഫ് GDP നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ GDP എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബേസ് ഇയർ എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആണ്, അതിൽ ചേഞ്ചസ് വരുന്നില്ല. അതേസമയം നോമിനൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ ഓഫ് GDP കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കറണ്ട് ഇയർ പ്രൈസസ്, അതായത് ഓരോ ഇതിലും നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് ഇയർ എന്താണോ അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഓരോ തവണയും കാൽക്കുലേഷൻ്റെ സമയത്ത് അതിൽ ചേഞ്ചസ് വരാം അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, അതിനാണ് നമ്മൾ നോമിനൽ GDP എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് GDP എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ എന്താണ്, നോമിനൽ GDP ആണ്. GDP എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ എന്താണ്, റിയൽ GDP ആണ്. അതാണ് എപ്പോഴും ആലോചിച്ചിരിക്കേണ്ടത് കേട്ടോ. എക്സാമിന് ക്വസ്റ്റ്യൻ തരുമ്പോൾ ചിലപ്പം GDPൻ്റെ ഫോർമുല പല രീതിയിൽ കാണിച്ചിട്ട് ഇതിൽ ഏതാ റൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം എന്താണ് GDP എന്ന് ക്യാപിറ്റലിൽ കാണിക്കുന്നത് എന്താണ്, നോമിനൽ GDP ആണ്. അപ്പോൾ GDP ഡിഫ്ലേറ്റർ കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നോമിനൽ GDP ഡിവൈഡഡ് ബൈ എന്താണ്, റിയൽ GDP ചെയ്താലാണ് എന്ത്, നമുക്ക് GDP ഡിഫ്ലേറ്റർ കിട്ടുക. അപ്പോൾ എക്സാമിന് ഈ സ്മോൾ ലെറ്റർ GDP മുകളിലും ക്യാപിറ്റൽ ലെറ്റർ GDP താഴെയായിട്ടൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് അവിടെ എന്ത് ആണ്, നോമിനൽ GDP ആണ് മുകളിൽ വരുന്നത്. നോമിനൽ GDPനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്യാപിറ്റൽ ലെറ്ററിലെ GDP വെച്ചിട്ടാണ്. ഇങ്ങനെയൊക്കെയാണ് കൺഫ്യൂസിങ് ആക്കാൻ ചാൻസ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അത് പഠിച്ചു വെക്കുക, മറന്നു പോകരുത്, നല്ലപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, താങ്ക് യു.